നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഗർഭാവസ്ഥയുടെ ആദ്യത്തെ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ, അതായത് ഒരു സ്ത്രീ താൻ ഗർഭിണിയാണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ഒരു കുഞ്ഞിന്റെ ഭാവിയെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വൈകല്യം രൂപപ്പെട്ടാലോ? അതാണ് സ്പൈന ബിഫിഡ. പക്ഷേ ഇതിനെ തടയാൻ വളരെ ലളിതമായ ഒരു വിറ്റാമിൻ സാധിക്കും. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ ഫോളിക് ആസിഡിന്റെ ഈ അത്ഭുതകരമായ കഴിവിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഒരു ചോദ്യത്തോടെ തുടങ്ങാം. നിങ്ങൾ ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കുഞ്ഞിന് ഗുരുതരമായ ഒരു ജനന വൈകല്യം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ കാതൽ. അതെ, ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. പക്ഷേ നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇതിന് വളരെ ലളിതവും ശക്തവും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമായ ഒരു പ്രതിവിധിയുണ്ട്: ഫോളിക് ആസിഡ് എന്നൊരു വിറ്റാമിൻ. അപ്പോ നമ്മളെ ഈ പറയുന്ന ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് അഥവാ NTDs എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കാം. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? CDC ഇതിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: ഗർഭാവസ്ഥയുടെ ഏറ്റവും തുടക്കത്തിൽ ഭ്രൂണത്തിന്റെ ന്യൂറൽ ട്യൂബ് ശരിയായി അടയാതെ വരുമ്പോൾ സംഭവിക്കുന്ന തലച്ചോറിന്റെയും നട്ടെല്ലിന്റെയും ഗുരുതരമായ ജനന വൈകല്യങ്ങളാണ് NTDs. ചുരുക്കി പറഞ്ഞാൽ ഭ്രൂണത്തിന്റെ വളർച്ചയിലെ ഒരു ഘടനാപരമായ പ്രശ്നമാണിത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം, അല്ലേ? ഇതൊരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം തന്നെ കോശങ്ങളുടെ ഒരു പരന്ന പാളി രൂപപ്പെടും. ഇതിനെയാണ് ന്യൂറൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ പാളി ഉള്ളിലേക്ക് മടങ്ങി ഒരു ചാല് പോലെയാകും. അതാണ് ന്യൂറൽ ഗ്രൂവ്. അവസാനം ഈ ചാലിന്റെ 2 അരികുകളും തമ്മിൽ ഒരു സിപ്പർ അടയ്ക്കുന്നത് പോലെ കൂടിച്ചേർന്ന് ഒരു ട്യൂബായി മാറും. ഇതാണ് ന്യൂറൽ ട്യൂബ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിപ്പർ ശരിക്കും അടയാതെ വരുമ്പോഴാണ് സ്പൈന ബിഫിഡ പോലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. അമേരിക്കയിൽ മാത്രം ഒരു വർഷം ഏകദേശം 13,000 കുഞ്ഞുങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. അത്രയ്ക്കും സാധാരണമാണിത്. അനൻസെഫാലി എന്നത് മറ്റൊരു ഗുരുതരമായ NTDയാണ്. അതിൽ തലച്ചോറിന്റെയും തലയോട്ടിയുടെയും പ്രധാന ഭാഗങ്ങൾ ഇല്ലാതെയാണ് കുഞ്ഞ് ജനിക്കുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? ഇതെല്ലാം സംഭവിക്കുന്ന ആ ഒരു സമയമാണ്. ആ ടൈമിംഗ് ആണ് ഇതിനെ തടയുന്നതിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതെ, വെറും 28 ദിവസം, അതായത് 4 ആഴ്ച, ഈ ഒരു ചെറിയ സമയത്തിനുള്ളിലാണ് ഈ നിർണായകമായ പ്രക്രിയ മുഴുവനും നടന്നു തീരുന്നത്. ഈ ടൈംലൈൻ നോക്കിയാൽ നമുക്ക് കാര്യം കുറച്ചുകൂടി വ്യക്തമാകും. ഗർഭധാരണം കഴിഞ്ഞ് 3ാമത്തെ ആഴ്ചയിൽ ഈ ന്യൂറൽ ട്യൂബ് അടയാൻ തുടങ്ങും. 4ാമത്തെ ആഴ്ചയാകുമ്പോഴേക്കും, അതായത് 28ാം ദിവസത്തോടെ ഇത് പൂർണ്ണമായും അടഞ്ഞിരിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ, ഒരു സ്ത്രീ താൻ ഗർഭിണിയാണെന്ന് അറിയണതിനു മുൻപ് തന്നെ ഈ ന്യൂറൽ ട്യൂബ് അടയുന്ന പ്രക്രിയ കഴിഞ്ഞിരിക്കും. അപ്പോ പ്രശ്നം നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിതിന്റെ പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാം. ഫോളിക് ആസിഡ് എന്നൊരു B വിറ്റമിൻ എങ്ങനെയാണ് ഇവിടെ ഒരു സൂപ്പർ ഹീറോയെ പോലെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഫോലേറ്റ്, ഫോളിക് ആസിഡ് എന്നൊക്കെ കേൾക്കാറുണ്ടല്ലേ? രണ്ടും ഒന്നാണോ? അല്ല. ഫോലേറ്റ് എന്ന് പറയുന്നത് വിറ്റമിൻ B9ന്റെ സ്വാഭാവിക രൂപമാണ്. അത് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കും. എന്നാൽ ഫോളിക് ആസിഡ് അതിന്റെ സിന്തറ്റിക് രൂപമാണ്. ഇത് സപ്ലിമെന്റുകളിലും ഫോർട്ടിഫൈഡ് ഭക്ഷണങ്ങളിലും ഉപയോഗിക്കുന്നു. പക്ഷേ പഠനങ്ങളെല്ലാം തെളിയിച്ചിരിക്കുന്നത് NTDs തടയാൻ കഴിവുള്ളത് ഈ ഫോളിക് ആസിഡിന് മാത്രമാണ്. അപ്പോ ഈ ഫോളിക് ആസിഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്കിതിനെ ഒരു കെട്ടിടം പണിയുന്നതുമായിട്ട് ഉപമിക്കാം. ഭ്രൂണത്തിന്റെ വളർച്ചയുടെ തുടക്കത്തിൽ കോശങ്ങൾ വളരെ വേഗത്തിലാണ് വിഭജിക്കുന്നത്. ഈയൊരു പ്രവർത്തനത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നൽകുന്നത് ഫോളിക് ആസിഡാണ്. DNA എന്ന് പറയുന്നത് ആ കെട്ടിടത്തിന്റെ ബ്ലൂപ്രിന്റാണ്. ആ ബ്ലൂപ്രിന്റ് ശരിയായി ഉണ്ടാക്കാൻ ഫോളിക് ആസിഡ് കൂടിയേ തീരൂ. ആവശ്യത്തിന് ഫോളിക് ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സിപ്പർ ശരിയായി അടഞ്ഞ് ന്യൂറൽ ട്യൂബ് പൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ശാസ്ത്രം നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റും? ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംഘടനകൾ ഇതിന് വ്യക്തവും പ്രായോഗികവുമായ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. CDCയും ലോകാരോഗ്യ സംഘടനയും അടക്കമുള്ള എല്ലാ പ്രധാന ആരോഗ്യ ഏജൻസികളും പറയുന്നൊരു മാന്ത്രിക സംഖ്യയുണ്ട്: 400 മൈക്രോഗ്രാം. ഗർഭിണിയാകാൻ സാധ്യതയുള്ള എല്ലാ സ്ത്രീകളും ദിവസവും 400 mcg ഫോളിക് ആസിഡ് കഴിക്കണം എന്നാണ് ശുപാർശ. ഇനി എല്ലാവർക്കും ഈ 400 മൈക്രോഗ്രാം മതിയോ?
അല്ല, ചില ഉയർന്ന അപകടസാധ്യതയുള്ള വിഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന്, മുൻപ് NTD ബാധിച്ച ഒരു ഗർഭധാരണം ഉണ്ടായിട്ടുള്ള സ്ത്രീകൾക്ക് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നത് വളരെ ഉയർന്ന ഡോസാണ്. അത് 5 മില്ലിഗ്രാമാണ്, മൈക്രോഗ്രാം അല്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ അറിവ് വെച്ചിട്ട് ഒരു രാജ്യം മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. പല രാജ്യങ്ങളും അവരുടെ പ്രധാന ഭക്ഷണങ്ങളായ ധാന്യപ്പൊടിയിലും മറ്റും ഫോളിക് ആസിഡ് നിർബന്ധമായും ചേർക്കാൻ തുടങ്ങി. ഈ ചാർട്ട് നോക്കൂ, ഫോർട്ടിഫിക്കേഷൻ തുടങ്ങിയതിനു ശേഷം NTD നിരക്കുകളിൽ എന്തുമാത്രം കുറവുണ്ടായി എന്ന്. ഇതൊരു വലിയ പൊതുജനാരോഗ്യ വിജയമാണ്. ഇതൊന്നും പുതിയ കണ്ടുപിടുത്തങ്ങളല്ല, പതിറ്റാണ്ടുകളായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഗർഭധാരണത്തിനു മുൻപും ശേഷവുമുള്ള ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങളിൽ ഭൂരിഭാഗവും തടയാൻ കഴിയുമെന്ന് നിർണായകമായ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ആരോഗ്യ നയങ്ങളുടെയെല്ലാം അടിസ്ഥാനം ഈ കണ്ടെത്തലാണ്. പക്ഷേ ഇപ്പോഴും ആളുകൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമുക്കതിൽ പ്രധാനപ്പെട്ട ചിലത് നോക്കാം. ഒന്നാമത്തെ തെറ്റിദ്ധാരണ: ഇത് ഗർഭിണികൾക്ക് മാത്രം മതി. സത്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഗർഭധാരണത്തിനു മുൻപെയാണ് ഏറ്റവും ആവശ്യം. രണ്ടാമത്തത്: നല്ല ഭക്ഷണം കഴിച്ചാൽ മതി, സപ്ലിമെന്റ് വേണ്ട. സത്യം, ഭക്ഷണത്തിൽ നിന്ന് മാത്രം ആവശ്യമായ അളവ് ലഭിക്കാൻ വളരെ പ്രയാസമാണ്. മൂന്നാമത്തത്: പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കഴിച്ചു തുടങ്ങിയാൽ മതി. അപ്പോഴേക്കും വൈകിപ്പോയിരിക്കും, കാരണം ന്യൂറൽ ട്യൂബ് അതിനകം അടഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിതിൽ നിന്ന് ഓർക്കേണ്ട ഒരേയൊരു കാര്യം ഇതാണ്: ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ വളരെ നേരത്തെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് തടയേണ്ടതും അതിലും നേരത്തെയാണ്. പ്രതിരോധം ഗർഭധാരണത്തിനു മുൻപ് തന്നെ തുടങ്ങണം. അപ്പോ അവസാനം ഒരു ചോദ്യം: ഇത്രയും ലളിതവും സുരക്ഷിതവും വലിയ ചെലവില്ലാത്തതുമായ ഒരു വിറ്റാമിൻ കൊണ്ട് ഒരു കുഞ്ഞിന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു വൈകല്യത്തെ തടയാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കുന്നില്ല? ഈ അറിവ് പ്രചരിപ്പിക്കുക എന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്.